ലോജിക് ബുള്ളറ്റിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ജോലി ചെയ്തിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ അന്നയുടെ മരണം ഒരു വലിയ ചർച്ചയായി. ഇതിന് വലിയ കാരണം അമിതമായ ജോലിഭാരമാണ് എന്നുള്ളതാണ്. ഇതിനെ സ്ഥിരീകരിക്കുന്ന പരാമർശങ്ങൾ കുടുംബത്തിൽ നിന്നുമുണ്ടായി. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇമോഷണൽ ആസ്പെക്റ്റ് മാറ്റിവെച്ചാൽ ഒരു വലിയ ക്യാൻവാസിൽ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളാണ് ഇതിനകത്തുനിന്ന് ഉയർന്നു വരുന്നത്. ഈ പങ്ക്തി അതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ആധുനിക കാലത്തിൽ തൊഴിൽ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന വലിയൊരു വ്യതിയാനമെന്ന് പറയുന്നത് ജോലിയുടെ ഗുണനിലവാരം കുറയുന്നു എന്നതാണ്. ഗുണനിലവാരം മാത്രമല്ല, അളവും കുറയുന്നു. പൊതുവിൽ തൊഴിലാളികളെ സംഘടിതരെന്നും അസംഘടിതരെന്നും രണ്ടായി തരംതിരിക്കാറുണ്ട്. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം അസംഘടിത തൊഴിലാളികളുടെ എണ്ണം വളരെ കൂടുന്നു എന്നതാണ്. പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ യാതൊരുവിധ സാമൂഹിക സുരക്ഷകളും ഇവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് തൊഴിലിൻ്റെ ഗുണനിലവാരം കുറഞ്ഞു എന്ന് തന്നെയാണ്. ഈ സംഘടിത മേഖലയിലും അസംഘടിത തൊഴിലാളികൾ പണിയെടുക്കുന്നതാണ് പുതിയ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ആമസോൺ, സ്വിഗ്ഗി തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന ഡെലിവറി ബോയ്സ് വളരെയധികം സമയം പണിയെടുക്കുന്നു, കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നു, വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഇവർ അസംഘടിതരാണ്. അതുപോലെ IT മേഖലയിലും ധനകാര്യ മേഖലയിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരുടെ എണ്ണം വല്ലാണ്ട് കൂടുന്നു. ഇനി സംഘടിത തൊഴിലാളികളെ തന്നെ പരിശോധിച്ചാലോ, അവർക്കും ജോലിയുടെ ഗുണനിലവാരം കുറയുന്നതായിട്ടാണ് പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ ജോലിഭാരം കൂടുതൽ, ടെൻഷൻ, സ്ട്രെസ് എന്നിവയൊക്കെ ജീവനക്കാർ അനുഭവിക്കുന്നു. ഇവർക്ക് ഉയർന്ന ശമ്പളം കൊടുക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും 2 പേരുടെ ശമ്പളം കൊടുത്തു 3 പേരുടെ പണിയെടുപ്പിക്കുന്ന രീതി ഇവിടെ സാധാരണമാണ്. അന്ന അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണവും വിക്ടിമുമാണ്. സംഘടിത മേഖലയിലെ ഒരു സ്ഥാപനമായ ഏണസ്റ്റ് ആൻഡ് യങ്ങിലാണ് ജോലി ചെയ്തത്. പക്ഷേ ജോലിയുടെ ഗുണനിലവാരക്കുറവ് കൊണ്ടിട്ട് വളരെ നേരത്തെ തന്നെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അടുത്ത കാലത്ത് ഇത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്ന യുവാക്കൾ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. ഇതൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നതിൽ സംശയമില്ല. ഈ മേഖലയിൽ പൊതുവിൽ ഒരു 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് വളരെ അകലെയാണ്. 12 മണിക്കൂർ, 24 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ രംഗത്തുള്ള കൊഴിഞ്ഞുപോക്കൽ. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ കൊഴിഞ്ഞുപോക്കലിൻ്റെ തോതെന്ന് പറയുന്നത് 17%. 23 കണക്കാണ്. 22 അത് 19%. എല്ലാ രംഗങ്ങളിലും നോക്കുമ്പോൾ 10% മുകളിലാണ്. ധനകാര്യ മേഖലയിൽ വരുമ്പോഴത് 30%-അടുത്താണ്. IT-യിൽ നേരത്തെ വളരെ ഉയർന്ന പരാതി ഉണ്ടായിരുന്നെങ്കിലും അവിടെ കുറച്ച് കുറയുകയുണ്ടായി. എന്നാൽ 10% മുകളിലുള്ള ഒരു കൊഴിഞ്ഞുപോക്കൽ ആശങ്കാജനകമാണ്. ഈ കൊഴിഞ്ഞുപോക്കൽ കൃത്യമായിട്ടും ജോലിയുടെ ഗുണനിലവാരമില്ലായ്മയെ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നത്. എന്താണ് ആ പ്രസ്താവന? ജോലിയിലെ അതിസമ്മർദ്ദത്തെ അതിജീവിക്കാൻ വേണ്ടി ദൈവത്തെ ആശ്രയിക്കണമെന്നും കുടുംബങ്ങളിൽ അതിനുള്ള പരിശീലനം കൊടുക്കണമെന്നുമാണ്. ഇത് തികച്ചും ആശ്ചര്യകരമാണ്. കാരണം ഒരു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി
കോർപ്പറേറ്റിന് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നതാണ്. പിന്നീടത് ആത്മവിശ്വാസം വളർത്താനുള്ള വിശദീകരണം ഉണ്ടായെങ്കിലും അനവസരത്തിലുള്ള പ്രസ്താവന ഒരുപാട് ഡാമേജ് സൃഷ്ടിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അന്നയുടെ കാര്യത്തിൽ കുടുംബത്തിൽ പരിശീലനക്കുറവുണ്ടായതാണോ കാരണം? നല്ലതുപോലെ പരിശീലനം കൊടുത്തതിൻ്റെ വ്യക്തമായ തെളിവല്ലേ CA ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം കൈവരിക്കുകയും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തത്. ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് തീർന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബത്തിലെ അംഗങ്ങളെ കണ്ടുമുട്ടുക തന്നെ പ്രയാസമായിരിക്കുന്നു. വർക്ക് ലൈഫ് ബാലൻസ് കൈവരിക്കാൻ കഴിയുന്നില്ലെന്നാണ്. അതായത് ജോലിക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ജീവിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കുടുംബത്തിലെ കാര്യങ്ങൾ അവർക്ക് നേരെവണ്ണം നടത്താൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് ഇതിനുള്ള ഒരു പോംവഴി എന്ന ചോദ്യം ഉണ്ടാകാം. പ്രധാനമായും ജോലി സമയം ക്ലിപ്തപ്പെടുത്തുക എന്നുള്ളതാണ്. അവകാശങ്ങളിലൂടെ നേടിയെടുത്ത 8 മണിക്കൂർ ജോലി സമയം പുനഃസ്ഥാപിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇതിനൊരു കൃത്യത കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് വളരെ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലെ കൗൺസിലിംഗ് സെൻ്ററുകൾ ശക്തിപ്പെടുത്തുകയും കാര്യക്ഷമമാക്കുകയും വേണം. എല്ലാത്തിനും ഉപരിയായി മോശമായ തൊഴിൽ സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള നിയന്ത്രിതമായ ചട്ടക്കൂട് ദുർബലമാകുന്നു എന്നുള്ളിടത്താണ്. ഈ ചട്ടക്കൂട് കർശനമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.